കൊടും കുറ്റവാളിയായ റിപ്പർ ചന്ദ്രനെ പറ്റി കേൾക്കാത്തവർ നമുക്കിടയിൽ കുറവായിരിക്കും. മോഷണ പരമ്പരയോടൊപ്പം 14 പേരെയാണ് ചന്ദ്രൻ നിഷ്കരുണം കൊലപ്പെടുത്തിയത്. 1991 ജൂലൈ 6 പുലരിയിൽ ചന്ദ്രൻ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. ചന്ദ്രൻ എങ്ങനെയാണ് റിപ്പർ ചന്ദ്രനായത്? ആ പേര് വന്ന വഴി ഒട്ടേറെ പേർക്കും അറിയില്ലായിരിക്കും. അതറിയണമെങ്കിൽ ഒരു നൂറ്റാണ്ട് പിന്നിലേക്ക് പോകണം. ഇംഗ്ലണ്ടിനെ, ലണ്ടനെ പിടിച്ചു കുലുക്കിയ കൊലപാതക പരമ്പരകളിൽ നിന്നാണ് റിപ്പർ എന്ന പേര് വന്നത്. കൊലപാതകി അയച്ചുവെന്ന് കരുതുന്ന 3 കത്തുകളിൽ ഒന്നിൽ അയാൾ സ്വയം വിളിച്ചു, ഞാനാണ് ജാക്ക് ദ റിപ്പർ. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങൾ 1850 മുതലുള്ള കാലഘട്ടം അയർലൻഡിൽ നിന്നും കിഴക്കൻ യൂറോപ്പിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് ഇംഗ്ലണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു. ലണ്ടന്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് വൈറ്റ് ചാപ്പൽ ഡിസ്ട്രിക്ട് പോലെയുള്ള പ്രദേശങ്ങൾ ഇത്തരക്കാരെ കൊണ്ട് നിറഞ്ഞു. 1888 വൈറ്റ് ചാപ്പൽ ഇടവകയിൽ തന്നെ 80,000 പേരുണ്ടായിരുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ജോലിയില്ലാത്തവരുടെ, വീടുകളില്ലാത്തവരുടെ എണ്ണം അനുദിനം പെരുകി വരികയായിരുന്നു. ദാരിദ്ര്യവും പട്ടിണിയും സർവ്വസാധാരണമായിരുന്നു. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ 55% 5 വയസ്സിന് മുമ്പേ മരണപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. മോഷണം, പിടിച്ചുപറി, അക്രമങ്ങൾ, ദാരിദ്ര്യത്തിൽ നിന്നും ഉടലെടുക്കുന്ന മറ്റ് അസ്വസ്ഥതകളൊക്കെ അവിടെ നിത്യസംഭവങ്ങളായിരുന്നു. അതിജീവനത്തിനു വേണ്ടി ഒട്ടേറെ സ്ത്രീകൾ വേശ്യാവൃത്തിയിലും ഏർപ്പെട്ടിരുന്നു. വൈറ്റ് ചാപ്പൽ എന്ന സ്ഥലത്തു മാത്രം ആ കാലയളവിൽ ഏകദേശം 62 വേശ്യാലയങ്ങൾ ഉണ്ടായിരുന്നു. 1200-ലധികം സ്ത്രീകൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിച്ചിരുന്നു. ഭവനരഹിതരെ കൊണ്ടുള്ള നിരവധി സാമൂഹ്യ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ലഹളകളും അക്രമങ്ങളും വംശീയ സ്പർദ്ധകളുമൊക്കെ ചേർന്ന് വൈറ്റ് ചാപ്പൽ ഏറെ കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലണ്ടനെ പിടിച്ചുകൊലുക്കിയ, ഇംഗ്ലണ്ടിനെ തന്നെ ഏറെ ഭയപ്പെടുത്തിയ വൈറ്റ് ചാപ്പൽ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. 1888 ഏപ്രിൽ 3 മുതൽ 1891 ഫെബ്രുവരി 13 വരെയുള്ള കാലയളവിൽ നടന്ന 11 കൊലപാതകങ്ങൾ. ഈ കൊലപാതകങ്ങളൊക്കെ ഒരാൾ തന്നെ ചെയ്തതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എങ്കിലും അതിൽ 5 കൊലപാതകങ്ങൾ ഒരാൾ തന്നെ ചെയ്തതാണെന്ന് സാഹചര്യ തെളിവുകൾ കൊണ്ടും മോഡസ് ഓപ്പറാൻഡി വിശകലനം ചെയ്തുകൊണ്ടും ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളായിരുന്നു ഭൂരിഭാഗം കേസുകളിലും ഇരകൾ. നമുക്കൊക്കെ ചിന്തിക്കാനോ വിവരിക്കാനോ സാധിക്കാത്ത തരത്തിൽ വളരെ മൃഗീയമായ രീതിയിലാണ് ഈ കൊലപാതകങ്ങളൊക്കെ അരങ്ങേറിയിട്ടുള്ളത്. 1888 ഓഗസ്റ്റ് 31 മുതൽ നവംബർ വരെ അരങ്ങേറിയ 5 കൊലപാതകങ്ങൾക്കും പിന്നിൽ ഒരാളായിരുന്നു ജാക്ക് ദ റിപ്പർ എന്ന് സ്വയം അഭിസംബോധന ചെയ്ത ഒരാൾ. ഈ പേര് കൊലപാതകയുടെ ശരിയായ പേരായിരുന്നില്ല. 1888 സെപ്റ്റംബർ 27 സെൻട്രൽ ന്യൂസ് ഏജൻസിക്ക് ഒരു കത്ത് കിട്ടുന്നു. ഡിയർ ബോസ് എന്ന് പേരിട്ട കത്തിലാണ് ജാക്ക് ദ റിപ്പർ എന്ന ആ പേരുള്ളത്. തന്റെ പ്രവൃത്തികളെ ന്യായീകരിച്ചുകൊണ്ടും ഇനിയും താൻ ചെയ്യാൻ പോകുന്ന കൊലപാതകങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുമാണ് കത്ത് അവസാനിക്കുന്നത്. മാസങ്ങളും വർഷങ്ങളും നീണ്ടുനിന്ന പോലീസ് അന്വേഷണം ആയിരക്കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. ഒട്ടേറെ പേരെ തടവിലിട്ട് ചോദ്യം ചെയ്തു. പക്ഷെ യഥാർത്ഥ കുറ്റവാളി ഇരുളിന്റെ മറവിൽ തന്നെ നിലകൊണ്ടു. ആരായിരുന്നു യഥാർത്ഥ ജാക്ക് ദ റിപ്പർ? ഫോറൻസിക് സയന്റിസ്റ്റുകൾ അതിനൊരു ഉത്തരം കണ്ടെത്തി. ഒരു നൂറ്റാണ്ട് മുമ്പ് ലണ്ടൻ തെരുവുകളെ വിറപ്പിച്ച കൊലപാതക പരമ്പര തന്നെ നടത്തിയ കൊടും കുറ്റവാളി അത് ആരോൺ കോസ്മിൻസ്കി എന്നൊരു പോളണ്ടുകാരനായിരിക്കാനാണ് മിക്കവാറും സാധ്യത എന്ന് തെളിഞ്ഞിട്ടുണ്ട്. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ബാർബർ ജോലി ചെയ്തിരുന്ന യുവാവായിരുന്നു ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെന്ന് ശാസ്ത്രീയമായി തന്നെ കണ്ടെത്തി. DNA പരിശോധനകളുടെയും സാഹചര്യ തെളിവുകളുടെയും പിൻബലത്തിലാണ് അക്കാലത്ത് പോലീസ് നിരീക്ഷണത്തിലും സംശയിക്കുന്നവരുടെ പട്ടികയിലും ഉണ്ടായിരുന്ന ആരോൺ കോസ്മിൻസ്കി തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് നിഗമനത്തിലെത്തിച്ചേർന്നത്. റിപ്പർ കൊലപാതകങ്ങൾ
ഇംഗ്ലണ്ടിനെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ചവയായിരുന്നു. ഒട്ടേറെ അന്വേഷണങ്ങളും ഇതുമായി ഉണ്ടായി. പത്രമാസികകളിൽ ഈ സംഭവം വർഷങ്ങളോളം നിറഞ്ഞു നിന്നു. 2019 BBC ജാക്ക് ദ റിപ്പർ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി പുറത്തുവിട്ടു. ലോകമൊട്ടൊക്കെയുള്ള സിനിമാ മേഖലയിലും ഈ സംഭവത്തിന്റെ അലയൊലികൾ ഏറെ ഉണ്ടായി. ഒരു കുറ്റകൃത്യവും ന്യായീകരിക്കാവുന്നതല്ല. ഒരു കുറ്റവാളിയും ഒരു തരത്തിലും മഹത്വവൽക്കരിക്കപ്പെടരുത്, അതെന്തിന്റെ പേരിലാണെങ്കിലും. ആന്റി സോഷ്യൽ എലമെന്റ്സ് ഉള്ള ഒട്ടേറെ പേർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. പലതരം മാനസിക ചിന്തകളും വൈകൃതങ്ങളും ഉള്ളവരും നമുക്കിടയിൽ ഏറെയുണ്ട്. ജന്മനാ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ വാസനയുള്ളവരും ഒരുപാടുണ്ട്. ശക്തമായ നിയമവ്യവസ്ഥയും പോലീസ് സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനപരമായ സാമൂഹ്യ ജീവിതം എവിടെയും സാധ്യമാകൂ. അരിസ്റ്റോട്ടിന്റെ വാക്കുകൾ ഓർക്കുക: അറ്റ് ഹിസ് ബെസ്റ്റ് man is the noblest of all animals. Separated from law and justice, he is the worst.